നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള ഒരു നിയമം ഈ മാനവകുലത്തിന് പ്രത്യേകമായിട്ട് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരയിൽ വന്നു ഭവിക്കുന്ന എല്ലാ വന്യമൃഗ ശല്യങ്ങൾക്കും കാരണം ഈ ഒരു നിയമം മാത്രമാണ്. ഈ ഒരു നിയമത്തിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തി മാനവകുലത്തിന്റെ, പ്രത്യേകിച്ച് കർഷകരുടെ ജീവിതത്തിന് ഒരു അഭിവൃദ്ധി വരുത്തണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ടും താല്പര്യപ്പെടുകയാണ്. നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് അജീഷിന്റെ മക്കൾ രണ്ടുപേരും ഈ റാലിയുടെ മുൻപിൽ നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരുടെ മാനസിക അവസ്ഥ എന്താണ് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതാണ്. സ്വന്തം അപ്പന്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പനില്ലാത്തൊരു സാഹചര്യം നമുക്ക് വന്നു ഭരിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ മക്കളുടെ ദയനീയ അവസ്ഥ, അവരുടെ ദയനീയമായ മുഖത്തേക്ക് നോക്കുമ്പോൾ, തീരാ ദുഃഖത്തോടുകൂടി അവരിതിലേക്ക് സഞ്ചരിക്കുമ്പോൾ, അവരെ ക്ലാസ് ചെല്ലുമ്പോൾ അവരുടെ കൂടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് അവർ പറയുമ്പോൾ, ഞങ്ങളുടെ അപ്പൻ ഈ നാടിനു വേണ്ടി, കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടി, മലയോര കർഷകർക്ക് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതാണ് എന്നുള്ള ഒരു അഭിമാനം ഈ മക്കളുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഒഴിവാക്കുന്നതിന്, നിശേഷം തടയുന്നതിന് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു.